നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. 26 ദിവസത്തെ നിരാഹാര സമരം ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ 26 ദിവസമായി ഒരു മനുഷ്യൻ ഭക്ഷണം പോലും കഴിക്കാതെ സമരത്തിലായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. ശരീരഭാരം 9 കിലോയോളം കുറഞ്ഞു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. ഒടുവിൽ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിൽ അദ്ദേഹം തന്റെ നിരാഹാരം അവസാനിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ ഇന്നലെ രാജ്യത്തിന്റെ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആരാണ് ആ മനുഷ്യൻ എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. സോനം വാങ്ചുക് ലഡാക്കിലെ ഒരു ചെറിയ ഹിമാലയൻ ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ. 9ാം ക്ലാസ് വരെ ഔപചാരിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല. പിന്നീട് സ്കൂളിലെത്തിയപ്പോൾ ഭാഷ അറിയാത്തതിന്റെ പേരിൽ മോശം വിദ്യാർത്ഥി എന്ന മുദ്രയും ഏറ്റുവാങ്ങി. പക്ഷേ ആ പരാജയത്തിന് മുന്നിൽ അദ്ദേഹം തലകുനിച്ചില്ല. പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറായി വലിയ ശമ്പളമുള്ള ജോലികൾ തേടി പോകുന്നതിന് പകരം സ്വന്തം നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. 1988 അദ്ദേഹം സ്ഥാപിച്ച സെഗ്മോൾ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് ലോകം പഠിക്കുന്ന മാതൃകയാണ്. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴിയാണ് അവിടെ പഠിപ്പിച്ചത്. കാണാപ്പാടുമല്ല, ചിന്തിക്കാനും പരീക്ഷിക്കാനും കണ്ടെത്താനുമുള്ള വിദ്യാഭ്യാസം. പിന്നീട് ലഡാക്കിലെ ജലക്ഷാമത്തിന് പരിഹാരമായി ഐസ് സ്തൂപം എന്ന ആശയം അവതരിപ്പിച്ചു. ശൈത്യകാലത്ത് പാഴായി ഒഴുകിപ്പോകുന്ന വെള്ളം കൃത്രിമ ഹിമാനികളായി സംഭരിച്ച് വേനൽക്കാലത്ത് കൃഷിക്കായി ഉപയോഗിക്കുന്ന ഈ മാതൃക ലോകം തന്നെ ഏറ്റെടുത്തു. ഈ പ്രവർത്തനങ്ങൾക്കാണ് 2018 റാമോൺ മാഗ്സസെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. പിന്നീട് ടൈം മാഗസിന്റെ ലോകത്തെ സ്വാധീനിച്ച കാലാവസ്ഥാ നേതാക്കളിൽ ഒരാളായും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ബോളിവുഡിലെ 3 ഇഡിയറ്റ് സിനിമയിലെ ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രത്തിനും അദ്ദേഹത്തിന്റെ ജീവിതമാണ് പ്രചോദനമായതെന്ന് പറയപ്പെടുന്നു. എന്നാൽ സോനം വാങ്ചുക് ഒരു അധ്യാപകനോ പരിസ്ഥിതി പ്രവർത്തകനോ മാത്രമല്ല, ആവശ്യമെങ്കിൽ തെരുവിലിറങ്ങി പോരാടാൻ മടിയില്ലാത്ത ഒരാളുകൂടിയാണ്. കഴിഞ്ഞ 26 ദിവസത്തെ നിരാഹാര സമരവും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സമരം അവസാനിച്ചു, പക്ഷേ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളും വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഹിമാലയത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ജീവിതം ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു പേരായി മാറിക്കഴിഞ്ഞു. ചിലർ വിജയങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടും, ചിലർ പോരാട്ടങ്ങൾ കൊണ്ട് ഓർമ്മിക്കപ്പെടും. അത്തരത്തിൽ സിനിമയിലെ നായകനേക്കാൾ വലിയൊരു യഥാർത്ഥ നായകനായി സോനം വാങ്ചുക് ഇന്ന് നമുക്കിടയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു.